ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും രണ്ടാം ദിവസവും വീണ്ടും ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തുകൊണ്ട് ഈ ഒരാഴ്ച മാർക്കറ്റ് എൻഡ് ആവുകയായിരുന്നു. ഇന്ന് ഏകദേശം നിഫ്റ്റിയിൽ 35 പോയിൻറ്റ്സിലധികം ഉയർന്ന് 13,514 മാർക്കറ്റ് ഇന്ന് എൻഡായത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 139 പോയിൻറ്റ്സിൻ്റെ ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ 95 പോയിൻറ്റ്സിനടുത്തുള്ളൊരു ഗെയിനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ONGC, NTPC, ഗെയിൽ, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ONGCയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലി അവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വന്ന വർധനവും ഇവർക്കൊരു ഗുണകരമായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സെക്ടറൽ വൈസ് മാർക്കറ്റ് എടുത്തു കഴിയുമ്പോൾ PSU ബാങ്കും അതുപോലെ തന്നെ FMCG ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ തീർച്ചയായിട്ട് മെറ്റൽ, ഓട്ടോ ഇൻഡെക്സിലൊക്കെ ഒരു ഡിക്ലൈൻ കാണുന്നുമുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു ഡോജി പാറ്റേൺ ഫോർമേഷനാണ് ഡെയിലി ചാർട്ടിൽ കാണാനുള്ളത്. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ഇൻഡിസിസീവായിട്ട് കാണുന്നു ഈ ഒരു സമയത്ത് വീണ്ടും മാർക്കറ്റ്, അതായത് ആ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം, അതായത് അപ് ട്രെൻഡിലേക്കുള്ള ഒരു മൊമെൻറ്റം ഒന്ന് ഇപ്പോൾ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺസോളിഡേഷൻ മൂഡ് പോലെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകളായിരിക്കും, അപ്പിലേക്കോ ഡൗണിലേക്കുള്ള ബ്രേക്കൗട്ടുകളായിരിക്കും അടുത്ത മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ നമുക്ക് കാണിച്ചു തരാനായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 13,580 മുകളിൽ മാർക്കറ്റ്, ഏകദേശം 13,600 മുകളിലേക്ക് മാർക്കറ്റിന് നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് മൂവിനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഏകദേശം 13,400 താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കറക്ഷനുള്ളൊരു സാധ്യതകളും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. വീക്കിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ബുള്ളിഷ് മൂവിനുള്ളൊരു പ്രതീക്ഷകൾ നമ്മൾക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വീണ്ടും ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഇന്ന് ഫോം ചെയ്തിട്ടുണ്ട് ഡെയിലി ചാർട്ടിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30,800 മുകളിൽ മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമ്മൾക്ക് അപ് ട്രെൻഡും, അതുപോലെ തന്നെ 30,200 താഴേക്ക് മാർക്കറ്റ് പോരുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു കറക്ഷനുള്ളൊരു സാധ്യതകളും നമുക്ക് വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഒരു ഡിക്ലൈനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ നമുക്കൊരു കറക്ഷനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. ഇനി യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു നെഗറ്റീവ് സോണിലാണ് കാണുന്നത്. എല്ലാ മാർക്കറ്റും ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കുകൾ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റും ഒരു മിക്സ്ഡ് ട്രെൻഡിൽ കണ്ടുവരുന്നു. SGX നിഫ്റ്റി 39 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി രൂപയുടെ മൂല്യം ഡോളറിൻ്റെ അഗേൻസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 73.65 ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്തു നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ഇന്ന് കണ്ടു. 4,195 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും വിത്ഡ്രോവൽ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. കൂടുതലും ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കിലേക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് കണ്ടീഷൻസും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇൻഡിസിസീവായിട്ട് നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും ഒരു സൈഡ് വേ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ട്രെൻഡുകൾ കാണിച്ചു തരുന്നത് ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് അടുത്തൊരു ബ്രേക്കൗട്ടുകൾ എങ്ങോട്ടേക്ക് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ITCയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അപ്പ് മൂവ് കാണാനുണ്ടായിരുന്നു ഇന്ന്. അപ്പം നമ്മൾക്ക് ഒരു പക്ഷേ ഈ ഒരു മൂവ് തുടരുന്ന പോലെ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റാനിൻ്റെ സ്റ്റോക്കിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണുന്നുണ്ടായിരുന്നു. അപ്പം പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ഒരു ബ്രേക്കൗട്ടുകൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൺസോളിഡേഷന് ശേഷം ഒരു 4-5-6 ദിവസം ഒരു കൺസോളിഡേഷൻ മൂവിന് ശേഷം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 1448 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു പോസിബിലിറ്റി ടൈറ്റാനിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി NTPCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്ന് ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 101 റെസിസ്റ്റൻസ് ആയിട്ട് നിന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകളൊക്കെ നടന്നു. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഏകദേശം 103 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ, നമുക്ക് ബ്രേക്കൗട്ടുകൾ നടക്കുകയാണെങ്കിൽ അടുത്ത എൻട്രിക്കുള്ള സാധ്യതകൾ NTPCയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൺസോളിഡേഷന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവുകൾ കണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നമ്മൾക്ക് ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. നല്ല വോളിയത്തിലും ഈ ഒരു സ്റ്റോക്ക് കണ്ടുവരുന്നു. അപ്പോൾ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ 195 മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി അപ്പോളോ ടയേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്.
ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ഒരു റാലിക്ക് ശേഷം ഇന്നൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു കറക്ഷനുള്ള സാധ്യതകൾ യെസ് ബാങ്കിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ ഏകദേശം നമ്മൾക്കൊരു 19-ന് താഴേക്കൊക്കെ 19-20-ന് താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു കറക്ഷൻ മൂവ് ആയിട്ട് നമ്മൾക്കത് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ യെസ് ബാങ്കിൽ നിലനിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് നടത്തുക. ഏഷ്യൻ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു കറക്റ്റീവ് മൂവാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൊരു സാധ്യതകൾ നേരത്തെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും സെൽ റേറ്റിംഗ് ആണ് പല ബ്രോക്കറേജ് ഫേമിങ്ങും ഈ ഒരു സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസ് കൺസോളിഡേഷൻ മോഡ് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ബ്രേക്കൗട്ടുകൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്കുകളും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇന്ത്യ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അത് ഒക്ടോബർ മന്തിൽ നോക്കുകയാണെങ്കിൽ 3.6% ഉയർന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ അത് 0.2% ആയിരുന്നു. അപ്പം അത് ഒരു റിക്കവറിയെ സൂചിപ്പിക്കുന്ന എന്ന രീതിയിലാണ് ഡാറ്റകൾ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഫൈസറിൻ്റെ കൊറോണ വാക്സിന് അതിന് US പാനലിൻ്റെ ഭാഗത്തു നിന്നും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എമർജൻസി യൂസേജിനുള്ളത്. അപ്പോൾ ഇതുവരെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാക്സിൻ അവൈലബിലിറ്റി അത് വീണ്ടും വൈകും എന്ന രീതിയിൽ ഇന്ന് ന്യൂസ് അപ്ഡേറ്റുകൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നവംബർ മന്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചർ കാർ സെയിൽസിൽ 10% വർധനവും അതുപോലെ തന്നെ 2 വീലർ സെയിൽസിൽ 13.4% വർധനവും യൂട്ടിലിറ്റി വെഹിക്കിൾ സെയിൽസിൽ 17.16% വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു 2 വീലർ സെയിൽസിലൊക്കെ വർധനവ് വരും എന്ന രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ഡേറ്റുകൾ കാണാനായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഓൺ വെഹിക്കിളിലേക്ക് മാറുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ഗുണകരമായി മാറും എന്ന രീതിയിലാണ് കാണാനുള്ളത്. പ്രത്യേകിച്ചും ഹീറോ മോട്ടോർ കോർപ്പറേഷനൊക്കെ ഇതൊരു ഗുണകരമായി മാറും എന്നാണ് ആർട്ടിക്കിളുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് L&Tയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിന് കുണ്ടൻകുളം പ്ലാന്റിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഒരു നിർമ്മാണത്തിനുള്ള ലോവസ്റ്റ് ബിഡറായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഹ്യൂം പൈപ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം 550 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അയർകോണിനെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം 900 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ടും കാണിച്ചിരിക്കുന്നു. ഇനി PNC ഇൻഫ്രയും അവരുടെ SPMലുള്ള ജോയിൻറ്റ് വെഞ്ചറിൽ അവർക്കും ഒരു ഓർഡർ വിൻ ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു വാട്ടർ സപ്ലൈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി JSW എനർജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോട്ടർ ഏകദേശം 1.53 കോടി ഷെയർസിൻ്റെ പ്ലഡ്ജ് ചെയ്തത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് കാണപ്പെടുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിസസ് ബെക്ടേഴ്സ് ഫുഡ്സിൻ്റെ IPO അത് മാർക്കറ്റിൽ വരാൻ പോവുകയാണ് ഡിസംബർ 15-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രൈസ് ബാൻഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ RHP ഫയലൊക്കെ സെബിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റകളൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.